ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് അതിലെ സെക്കൻഡ് ചാപ്റ്ററായ ഹ്യൂമൻസ് ആൻഡ് ഫുഡ് ആൻഡ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം എടുക്കുന്നത് കേട്ടോ. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് എന്താണ് ഇവിടെ പറയുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുക, കൈമാറ്റം ചെയ്യുക അല്ലെ, ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഡിഡ് ഏർലി ഹ്യൂമൻസ് സിംപ്ലി സ്റ്റോർ എക്സസ് ഫുഡ് ഐറ്റംസ് ഫോർ ലേറ്റർ യൂസ് ഓൺലി? എന്താണ്, ആദ്യത്തെ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ദ എക്സസ് ഫുഡ് അല്ല അല്ലെ, എന്താണ്, ദ എക്സസ് ഫുഡ് വാസ് നോട്ട് ഓൺലി സ്റ്റോർഡ് ഫോർ ലേറ്റർ യൂസ് ബട്ട് ഓൾസോ എക്സ്ചേഞ്ച്ഡ് വിത്ത് ദോസ് ഇൻ നീഡ് അല്ലെ. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ എന്താണ്, പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അല്ലെ, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തു അല്ലെ, എക്സ്ചേഞ്ച് ചെയ്യുകയും കൂടി ചെയ്തിരുന്നു അല്ലെ. ഹൗ കുഡ് സച്ച് എക്സ്ചേഞ്ച് ഹാവ് ടേക്കൺ പ്ലേസ്? അന്ന് എങ്ങനെയായിരിക്കും ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? ഇൻ ഓർഡർ ടു ഗെറ്റ് വാട്ട് ദേ നീഡഡ് ഈച്ച് വൺ എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ദേ ഹാഡ് സ്റ്റോർഡ് വിത്ത് അതേഴ്സ്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെ. ഒരാളെ കയ്യിൽ ഇപ്പൊ നെല്ലുള്ളത് വെച്ചോ, മറ്റേ ആളെ കയ്യിൽ ഗോതമ്പുള്ളത്. അപ്പൊ ഈ നെല്ലുള്ളാക്കുക ഗോതമ്പ് വേണം, ഗോതമ്പുള്ളാക്കുക ഈ നെല്ലും വേണം വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ ഈ നെല്ലുള്ള ആൾ എന്താക്കും, കുറച്ച് നെല്ല് അങ്ങോട്ട് കൊടുത്തിട്ട് കുറച്ച് ഗോതമ്പ് ഇങ്ങോട്ട് വാങ്ങും അല്ലെ. അങ്ങനെയായിരുന്നു എന്ത് മാറ്റങ്ങൾ നടത്തിയിരുന്നത് അല്ലെ. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ സൗത്ത് ഇന്ത്യ എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്താണ് സൗത്ത് ഇന്ത്യയിൽ? ലിറ്റററി വർക്ക്സ് ഓഫ് ദ സംഗം ഏജ് indicate that exchange of food items existed in South India about 1500 years ago. People in each region exchanged food they collected with those in other regions and received what they needed from them. Those who lived in coastal areas exchanged dried fish and salt with those in other areas. കണ്ടോ? Instead, other food items and resources from the forest were accepted from others. The people in forest areas exchanged forest resources to those in other areas. The people lived in the plains exchanged their agricultural products with those living in other areas. ഇവിടെ പറയുന്നത് എന്താണ്? 1500 years ago, ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഇന്ത്യയിൽ ഈ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി എവിടെയാണുള്ളത്? ഈ ലിറ്റററി വർക്ക്സ് ഓഫ് സംഗം ഏജ് എന്ന് പറഞ്ഞ ആ ബുക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശത്തിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നമ്മളെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്കുകയും നമുക്ക് ആവശ്യമുള്ളത് അവരിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർക്ക് എന്താണ്, അവർക്ക് കുറെ മീൻ കിട്ടും അല്ലെ. അപ്പൊ അവിടെ എന്താ ഉണക്കിയിട്ട് എന്താക്കും, മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറിയിരുന്നു. അവിടെ ഉപ്പും മത്സ്യമൊക്കെയാണ് കടൽ തീരത്തുള്ളവർക്ക് കിട്ടുക അല്ലെ. അപ്പൊ ഇവര് എന്താക്കി, ഈ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ എന്താക്കി, മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്തത് അല്ലെ. സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? കൈമാറ്റ സമ്പ്രദായമാണ്. ഇനി എന്താണ്? ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് കോയിനേജ് ദർ വാസ് എ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. ദിസ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്? നോക്കിയേ, ഈ കോയിൻ്റെ അല്ലെ, കോയിൻ നാണയ വ്യവസ്ഥ, കോയിനേജ് നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അല്ലെ. ഈ നാണയ വ്യവസ്ഥ പൈസയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ എന്താണ്, സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് എന്ത്, ബാർട്ടർ സമ്പ്രദായം അല്ലെ, ബാർട്ടർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. സച്ച് എക്സ്ചേഞ്ചസ് ബ്രോട്ട് ഔട്ട് മെനി ചേഞ്ച് ഇൻ society. Exchange of goods led to trade and eventually markets were formed. Markets were developed into trading centers. People went to trading centers to buy and sell goods and these gradually developed into urban centers. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചിന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ എന്തായി, സിറ്റി അർബൻ സെന്ററായി മാറി അല്ലെ, നഗര
കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. എന്താണ് പറയുന്നത്? ഇങ്ങനെ ഇത്തരം കൈമാറ്റങ്ങൾ എന്താക്കി? സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി അല്ലെ. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായ എന്തായി ജനങ്ങൾ ഈ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ എന്തായി? നഗരങ്ങളായി മാറുകയും ചെയ്തു അല്ലെ. ഇൻ ദ ഏർലി ഡേയ്സ് വാട്ട് മെറ്റീരിയൽസ് ആൻഡ് മെയിൻസ് would the people of Kerala have used to collect, transport food and exchange food? Discuss it. എന്താണ്? ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക? ചർച്ച ചെയ്യുക. എന്താണ്? ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക? ചർച്ച ചെയ്യുക. ദെൻ complete the flow chart which indicates the formation of urban centers. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. പൂർത്തിയാക്കുക. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ്, സാധനങ്ങളുടെ കൈമാറ്റം, പിന്നെ അർബൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെ വരിക എന്നുള്ളത് എഴുതുക. ദെൻ ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ ആൻഡ് എ കൊളാഷ് ഓൺ ദ ടോപ്പിക് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് അർബൻ സെന്റേഴ്സ് ആൻഡ് എക്സിബിറ്റ് ഇൻ ദ ക്ലാസ് റൂം. എന്താ അവിടെ പറയുന്നത്? സാധനങ്ങളുടെ കൈമാറ്റവും നഗരങ്ങളുടെ വളർച്ചയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്ത് കൊളാഷ് നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് അക്രോസ് ലാൻഡ്സ്. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. എന്താണ്? ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റാണ്. ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് വാസ് നോട്ട് കൺഫൈൻഡ് to any particular regions. This exchange spread across the land. എന്താ അവിടെ പറയുന്നത്? ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു അല്ലെ. അക്രോസ് ദ ലാൻഡ് അല്ലെ. സ്പ്രെഡ് അക്രോസ് ദ ലാൻഡ്. ദേശങ്ങൾ കടന്നുകൊണ്ട് എക്സ്ചേഞ്ച് സ്പ്രെഡ് ചെയ്തിരുന്നു അല്ലെ. Since early times we had exchange of goods with the distant lands. These exchanges was mainly with the Romans, Chinese, Arabs, the Persians and the Jews. എന്താണ്? ഈ പ്രാചീന കാലം മുതൽ ഏർലി ടൈംസിൽ മുതൽ തന്നെ എന്താണ് നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. ഐഡന്റിഫൈ ദ സ്പൈസസ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദം. എന്താണ്? ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ സ്പൈസസ് തിരിച്ചറിഞ്ഞിട്ട് അവ ഓരോന്നിനെയും കുറിച്ച് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാ അതിലുള്ളത്? കുരുമുളകുണ്ട്, ഏലുണ്ട്, ഇഞ്ചിയുണ്ട്, പൂവ്, കറാമ്പട്ട, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ എഴുതുക. ദ സ്പൈസസ് ദാറ്റ് വെർ എക്സ്ചേഞ്ച്ഡ് മെയിൻലി ഫ്രം ഇന്ത്യ വിത്ത് അതർ ലാൻഡ്സ് വെർ ബ്ലാക്ക് പെപ്പർ, cardamom, ginger, cloves and cinnamon. Of this black pepper, which was also known as black gold, become the foreigners favorite അല്ലെ. അപ്പൊ ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? പെപ്പർ അല്ലെ. ബ്ലാക്ക് പെപ്പർ ആണ് അല്ലെ. കുരുമുളകിന് വേറൊരു പേരെന്താണ്? കറുത്ത പുത്ത് അല്ലെ. കറുത്ത പൊന്ന് അല്ലെ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് അല്ലെ. ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്ലാക്ക് പെപ്പർ ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ ഈ സ്പൈസസ് ആയിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെട്ടിരുന്ന കുരുമുളകായിരുന്നു അല്ലെ. ഇറ്റ് ഈസ് സെഡ് ഇൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ദാറ്റ് വാസ്കോ ഡ ഗാമ, എ പോർച്ചുഗീസ് ട്രാവലർ ഹു കെയിം ടു ഇന്ത്യ, took goods worth 60 times the cost of his journey when he turned to Europe. വാസ്കോ ഡ ഗാമ അല്ലെ. എന്താണ്? ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്ര രേഖകളിൽ പറയുന്നു. വാസ്കോ ഡ ഗാമ അല്ലെ. ഫൈൻഡ് ഔട്ട് ദ സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൻ. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഈ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാം എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. It was the expansion of trade that led to the exchange of food items between distant lands. The picture of some of the food items that became popular in India as a result of such exchanges are given below. എന്താണ്? കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഗ്വാവ, പേരക്ക, പപ്പായ, പൈനാപ്പിൾ, കൈതച്ചക്ക അല്ലെ. പിന്നെന്താ? കാഷ്യൂ നട്ട്, എന്താ കശുവണ്ടി, ടപ്പിയോക്ക,
മരച്ചീനി, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. Aren't you familiar with all food items shown in the picture? ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും നിങ്ങൾക്ക് എന്താ അറിയുന്നതല്ലേ? Do these food items have their origin in our land? Find out. ഈ ഭക്ഷ്യ വിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ? അന്വേഷിക്കുക. നോക്കൂ, ലെറ്റ്സ് മേക്ക് ഐഡന്റിറ്റി കാർഡ്. നമുക്കൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാം. എങ്ങനെയാണ്? ഗുവാവ, പേരക്ക അല്ലെ, അതിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? മെക്സിക്കോല. ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ്, എന്താണ്? ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്ന് അതിനെ അറിയപ്പെടുന്നത്. ബ്രോട്ട് ഇന്ത്യ ബൈ ദ പോർച്ചുഗീസ്, എന്താണ്? പോർച്ചുഗീസുകാരാണെന്ത് ഈ ഗുവാവേനെ ഈ ഇന്ത്യയിലേക്ക് എത്തിച്ചത് അല്ലെ. കണ്ടെയ്ൻസ് വിറ്റാമിൻ എ, ബി ആൻഡ് സി, എന്താ വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. Like this, find the birthplace of other food items and make identity cards. Display the prepared identity cards in the classroom. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതുപോലെ മറ്റ് ഭക്ഷ്യ വിഭവങ്ങളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. നിങ്ങൾ തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡ് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഇനി എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് ഗോയിങ് ഓൺ. ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ട്രേഡ്, പീപ്പിൾ ട്രാവൽ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഫോർ എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ലെഷർ എക്സെട്ര, മേക്കിംഗ് ദിസ് എക്സ്ചേഞ്ച് മോർ വൈഡ് സ്പ്രെഡ്. എന്താണ്? കച്ചവടത്തിന് പുറമെ എന്താ? തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നുണ്ട്. How did the expansion of trade lead the exchange of food items between distant lands? കച്ചവടത്തിന്റെ വ്യാപനം വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെയാ? You have seen that many fruits and other food items that we eat have been brought here from other countries. Make a list of the food dishes that have spread among us from other countries. Find out their places of origin. Place of origin. നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അവയുടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്തുമല്ലോ. ഇനി ഫുഡ് ആൻഡ് ഇൻഇക്വാലിറ്റി എന്താണ്? There were various types of inequalities in our country related to food. Social inequalities prevented people of all classes from dining together. Under the leadership of social reformer Sahodaran Ayyappan, an inter-dining initiative named Mishra Bhojanam was held at Cherai in Ernakulam against this discrimination. എന്താണ്? ഭക്ഷണവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ ഒരു മിശ്രഭോജനം നടത്തുകയുണ്ടായി. എന്താണ് ഈ മിശ്രഭോജനം? ഓൺ 29th May 1917, under the leadership of a Sahodaran Ayyappan, an inter-dining named Mishra Bhojanam was organized at Cherai in Ernakulam district. This protest was held against the denial of the right of all sections of the people to dine together. Sahodaran Ayyappan had to face strong opposition as he had led the Mishra Bhojanam. This reveals the social inequality that existed in Kerala. Caste systems was the cause of this inequality. എന്താണ്? 1917 May 29 വിവിധ ജാതിക്കാരെ, വിവിധ കാസ്റ്റിലുള്ള ആൾക്കാരെ എന്താണ് ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ ഈ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം എന്താണ്? ഇല്ല, നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടന്നത്. ഈ സമരം നടത്തിയത് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് തെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഡു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ടു ഫുഡ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ അവർ കൺട്രി? എന്താണ്? ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? Such discrimination are prohibited in our country by law. Not only social but economic discrimination also pose a challenge to equality in food distribution. എന്താണ്? ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തെ
സൗഹൃദത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. മേക്ക് എ നോട്ട് ഓൺ ദ ടോപ്പിക് ഇൻഇക്വാളിറ്റീസ് ഓഫ് ഫുഡ്. എന്താണ് ഇൻഇക്വാളിറ്റീസ് ഓഫ് ഫുഡ്? ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഗ്ലിംസസ് ഓഫ് സ്റ്റാർവേഷൻ? എന്താണ് പട്ടിണിയുടെ നേർക്കാഴ്ചകൾ അല്ലെ. നോക്കൂ, ഒബ്സർവ് ദ ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ ന്യൂസ് ഹെഡ്ലൈൻസ് എന്താ നോക്കിയേ. ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് സേസ് ദാറ്റ് സ്റ്റാർവേഷൻ ഇൻ കൺട്രി വിൽ റൈസ്. എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഹംഗ്രി ചിൽഡ്രൻ ആർ ക്രൈയിങ്, ഹെവി സ്റ്റാർവേഷൻ ഇൻ സിറിയ. വിശന്ന് കരയുന്ന കുട്ടികൾ, സിറിയയിൽ കൊടും പട്ടിണി. ദ വെയർ ഇൻ ഉക്രൈൻ, ഗ്ലോബൽ ഫുഡ് ക്രൈസിസ് ടു ഇന്റൻസിഫൈ. എന്താണ് ഉക്രൈനിലെ യുദ്ധം, ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകും. പിന്നെന്താണ് ദ വാർ ഇൻ യുക്രൈൻ അല്ലെ. സെവിയർ ഡ്രൗട്ട്, മില്യൺസ് ഓഫ് ചിൽഡ്രൻ സ്റ്റാർവ്ഡ് ഇൻ സൊമാലിയ. എന്താണ് അതിരൂക്ഷമായ വരൾച്ച, സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. ഇതൊക്കെയാണ് എന്ത് കൊളാഷിലെ ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് ഇതിലെ. വാട്ട് ആർ ദ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്? ഈ എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സ്റ്റാർവേഷൻ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് അല്ലെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് അല്ലെ. വാറുണ്ട്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതും സ്റ്റാർവേഷന് കാരണമാകുന്നുണ്ട് അല്ലെ. The food that is necessary to maintain health is the right of every human being, but there are thousands in many parts of the world without even a single meal to sustain life. Climate changes, war, unemployment, etc. cause poverty and starvation. എന്താണ് ഈ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ഫെമീൻ ഇൻ ബംഗാൾ. എന്താണ് എക്സസീവ് ഫെമീൻ ഇൻ ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ഭക്ഷ്യക്ഷാമം അല്ലെ. എക്സസീവ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് ഇൻ ഇന്ത്യ ലെഡ് ടു ഫാമിൻ ആൻഡ് കോൺസിക്വന്റ്ലി മെനി people died. Bengal famine in 1943 is a typical example for this. Agriculture was the main livelihood for the people of Bengal. Paddy fields were extensively destroyed as a result of the heavy storm on the Bengal coast. Subsequently, there occurred a food crisis in Bengal. About 30 lakh people died of starvation during this famine. People waiting for food in the ഫാമിൻ ഹിറ്റ് ഏരിയ ഓഫ് ബംഗാൾ. എന്താണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്? ബംഗാളിലെ ക്ഷാമപ്രദേശത്തെ ജനങ്ങൾ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന ഒരു ദൃശ്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം എന്താ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേരെന്താണ് മരിക്കുകയും ചെയ്തു അല്ലെ. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമ. ബംഗാളിൽ ജനങ്ങളുടെ പ്രധാന ഉപജീവനമായിരുന്ന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്ത് ഉണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ബംഗാളിൽ കേട്ടോ. Another reason for starvation is inequality in the distribution of wealth. Wealth is not distributed equally to all. So while some people eat their fill, others starve. എന്താണ് പറയുന്നത്? സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്നത് മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നില്ല. ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് മറ്റു ചിലർക്ക് എന്താണ് പട്ടിണി കിടക്കേണ്ടതായി വരുന്നില്ല. വിത്ത് എ വ്യൂ ടു സ്ട്രെങ്തനിങ് ദ എഫോർട്ട് അഗെയിൻസ്റ്റ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ആൻഡ് എൻഷുറിംഗ് ഫുഡ് ഫോർ ഓൾ, World Food Day is observed on 16th October every year. Kerala is a model state of implementing various schemes for poverty alleviation. Kudumbashree Mission, a project launched by the Government of Kerala for poverty alleviation, is an example for this. എന്താണ് പറയുന്നത്? ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു അല്ലെ. അപ്പം വേൾഡ് ഫുഡ് ഡേ എന്നാണ് 16th October. ഓക്കെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് came to
came into force in India in 2013. The objective of this act is to ensure food security for all. A strong public distribution system exists in our country with this object. എന്താ അവിടെ പറയുന്നത്? ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അല്ലെ. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായൊരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഓർഗനൈസ് എ ഫുഡ് ഡേ റാലി ഇൻ ദ സ്കൂൾ ബൈ മേക്കിംഗ് പ്ലക്കാർഡ്സ് വിത്ത് ദ ഫുഡ് ഡേ മെസ്സേജ്. ഡോണ്ട് വേസ്റ്റ് ഫുഡ്, ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. What can each of us do to create a world without starvation? Discuss. എന്താണ് ഇവിടെ പറയുന്നത്? പട്ടിണി ഇല്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യാം. Food and health. As we know, food is one of the basic needs that sustain human life. Food has an important role in maintaining health. We can maintain our physical and mental health by taking nutritious food, but unhealthy food habits lead to many lifestyle diseases. അല്ലേ? മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം മറ്റു ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? അനാരോഗ്യകരമായ ഭക്ഷണശീലം എന്താണ്? പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് അല്ലേ. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023 എന്താണ്? 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അല്ലേ. 2023 ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ്. എന്താ? യുണൈറ്റഡ് നേഷൻസിന്റെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ഈസ് ടു പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് consumption of millet. Millets are grassy crops from which cereal are produced. Millets include jowar, ragi, kodo millet, foxtail millet, etc. Millet can control cardiac issue and other lifestyle diseases. So nutritious millet should be included in our daily diet. എന്താണ് ഇവിടെ പറയുന്നത്? ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണെന്ത്? ഈ ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തുക. ഇതാണ് റാഗി, ഫിംഗർ മില്ലറ്റ്, റാഗി. പിന്നെ എന്താണ്? ജോവർ, സ്വർഗം, എന്താ മണിച്ചോളം, ബാർലി. പിന്നെന്താ? കോഡോ മില്ലറ്റ്, വരക്. പിന്നെന്താ? പേൾ മില്ലറ്റ്. എന്താ പേൾ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ബജ്ര എന്ന് പറയും. പിന്നെ ഫോക്സ്റ്റൈൽ മില്ലറ്റ് പറഞ്ഞാൽ തിന. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ടോപ്പിക് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആക്സസ് ടു ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഓഫ് എവറി സിറ്റിസൺ. വി ഷുഡ് യൂസ് ദ ഫുഡ് വി ഗെറ്റ് ജുഡീഷ്യലി. വേസ്റ്റിംഗ് ഫുഡ് ഈസ് എ ക്രൂവൽറ്റി വി ഡു ടു ദോസ് who don't even get a single meal. Therefore, everyone should realize that the food we waste belongs to others as well. എന്താണ് പറയുന്നത്? ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് ഞാൻ പാഴാക്കുന്നത് എന്ന് തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ ഭക്ഷണം പാഴാക്കാൻ പാടില്ല അല്ലേ. ഇവിടെ എന്താണ്? എക്സ്റ്റെൻഡഡ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ ഓരോന്നും. ഓക്കെ, അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.